ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളി ആരാണ്, അവരെപ്പോൾ വരും നിങ്ങളുടെ ലൈഫിലേക്ക് എന്നാണ്. ഇവിടെ 3 കാർഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരെണ്ണം സെലക്ട് ചെയ്യാം. കാർഡ് നമ്പർ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഈ കാർഡിൽ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ട് വരുന്ന ആൾ നിങ്ങളോട് വളരെയധികം സ്നേഹമുള്ളതും കരുണയുള്ള ഒരു വ്യക്തിയുമായിട്ടാണ്. സമചിത്തതയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ഏകദേശം 2 അല്ലെങ്കിൽ 5 വയസ്സിന് മൂത്ത ഒരാളായിരിക്കും. പുള്ളിയുടെ സ്വഭാവത്തെപ്പറ്റി പറയുവാണെങ്കിൽ ദേഷ്യം വരുമ്പോൾ ഇമോഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളെയും കൂടെ സമാധാനിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ്. ജോലിയെപ്പറ്റി പറയുവാണെങ്കിൽ വാട്ടർ അതോറിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടർ, ടീച്ചർ, കൗൺസിലർ, അങ്ങനെ നേവി, ഷിപ്പിംഗ്, ട്രാവൽ, ഹോട്ടൽ, ആർട്ട്, മ്യൂസിക്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളായിരിക്കാം. പിന്നെ പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ് പറയുവാണെങ്കിൽ നിങ്ങളെക്കാളും കുറച്ചും കൂടെ ഉയരമുള്ള ഒരാളായിരിക്കും. നിറമൊക്കെ ഉള്ള ഒരു വ്യക്തി ആയിരിക്കും. എന്നാൽ വലിയ ഹൈറ്റ് ഒന്നും ഉള്ള ഒരു വ്യക്തിയല്ല എന്നാണ് നമ്മൾ കാർഡ് നമ്പർ 1 പറയുന്നത്. ഇനി നമുക്ക് കാർഡ് നമ്പർ 2 നോക്കാം. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ മുടങ്ങിപ്പോയ ബന്ധങ്ങളൊന്നും തന്നെയല്ല. ഇതൊരു പുതിയ ബന്ധമാണ്. ഇത് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നു. ഓക്കെ, 2027 ഫെബ്രുവരി മെയ്യിലൊക്കെ ആയിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് വരുന്നത്. ഇത് നിങ്ങളുടെ കല്യാണത്തിൽ മാത്രം അവസാനിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ചിലപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ ഒരു അമ്പലത്തിൽ വെച്ച് കണ്ടിഷ്ടപ്പെടും, അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്ത് വെച്ച് കണ്ടിഷ്ടപ്പെടുന്നു, നിങ്ങളെ പരിചയപ്പെടുന്നു, പിന്നെ ഇഷ്ടമാവുന്നു, പിന്നെ വീട്ടിൽ പറയുന്നു. അങ്ങനെ നിങ്ങളുമായിട്ട് ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് നടത്തുന്ന ഒരാളാണ്. നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ ഫാമിലിയെയും കൂടി സംരക്ഷിക്കുന്ന ഒരാളാണ്. കുടുംബത്തിന് വേണ്ടിയിട്ടെല്ലാം നല്ലോണം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. വേഗത്തിൽ വരുന്നൊരു ബന്ധമായതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സെൽഫ് ഡൗട്ട് തോന്നാം. പക്ഷേ ഇതാണ് നിങ്ങളുടെ ശരിയായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്. ചിലപ്പോൾ നിങ്ങൾക്കൊരു ഭാഗ്യമുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കണ്ടുമുട്ടാനുള്ളൊരു ചാൻസും കൂടെ ഉണ്ട്. പുള്ളിയുടെ സ്വഭാവത്തെയൊക്കെ പറ്റി പറയുവാണെങ്കിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി പോലായിരിക്കും. നിങ്ങളൊരു സോൾമേറ്റ് വൈബൊക്കെയാണ് ഉള്ളത്. ഹീലിംഗ് പവർ ഉള്ള ഒരാളാണ്. പിന്നെ കൂടുതൽ ചാൻസസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഈ വർക്ക് പ്ലേസിലൊക്കെ കാണാൻ ഉള്ള ചാൻസസ് ആണ് നിങ്ങൾക്ക് കൂടുതലുള്ളത്. നിങ്ങളുടെ ലവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പം നിങ്ങളുടെ ബോസായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർ ആയിരിക്കും, ചിലപ്പോൾ ഒരു പുതിയ കോൺട്രാക്റ്റ് ആയിട്ട് വരുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു മീറ്റിങ്ങിലൂടെ ആയിരിക്കും നിങ്ങളുടെ ഒരു ലൈഫിലോട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് നിങ്ങൾ വരാൻ പോകുന്നത്. ഇതാണ് കാർഡ് നമ്പർ 2. ഇനി ഞാൻ പറയാൻ പോകുന്നത് കാർഡ് നമ്പർ 3യെ പറ്റിയാണ്. ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ആൾക്കാരാണ്. ഓക്കെ, അതുമാത്രമല്ല കഴിഞ്ഞ ജന്മത്തിൻ്റെ ബാലൻസ് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫ് വരുന്നത്. ഓക്കെ, ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത 2 ആൾക്കാർ ഇപ്പോൾ ഈ ഒരു ജന്മത്തിൽ കണ്ടുമുട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ, പരസ്പരം കാണുമ്പോൾ അയ്യോ ഞാൻ ഈ വ്യക്തിയെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, പക്ഷേ എവിടെ വെച്ചാൽ കണ്ടതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു തോന്നലാണ് നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, നിങ്ങൾ ദേഷ്യത്തിലൊക്കെ ഇരിക്കുവാണെങ്കിൽ നിങ്ങളെ സമാധാനിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ആൾ സിംഗിളായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർച്ച് 3 ഒരു നല്ലൊരു ചാൻസ് ഉണ്ട്, നിങ്ങൾ കണ്ടുമുട്ടാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട് 2027. ഇതാണ് കാർഡ് നമ്പർ 3. താങ്ക് യു.